പ്ലസ് ടു ഇംഗ്ലീഷിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ റിലേഷൻസിനെ കുറിച്ചാണ്. നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, അതുപോലെ തന്നെ സ്നേഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മെൻഡിങ് വാൾ എന്നുള്ള പോയമാണ്. മെൻഡിങ് വാൾ എന്നുള്ള പോയം. ഓക്കെ, ഇത് എഴുതിയിട്ടുള്ളത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. റോബർട്ട് ഫ്രോസ്റ്റ്, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ് ആണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കൊളോക്കിയൽ സ്റ്റൈലാണ് അദ്ദേഹം പോയംസ് എഴുതുന്നത്. അദ്ദേഹം ഒരു ഫാർമറാണ്, കൃഷിക്കാരനാണ്, ഒപ്പം തന്നെ നല്ലൊരു പോയറ്റും കൂടിയാണ്. അദ്ദേഹത്തിന് ദ ഫസ്റ്റ് ഫോർ പുലിസ്റ്റർ പ്രൈസ് ഫോർ ഹിസ് ബുക്ക് ന്യൂ ഹാംഷയർ എന്നുള്ള അദ്ദേഹത്തിന്റെ ബുക്കിനാണ് അദ്ദേഹം പുലിസ്റ്റർ പ്രൈസ് ഫോർ പോയട്രി കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് പോയ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയാണ് ദ റോഡ് നോട്ട് ടേക്കൺ. എന്നുള്ള പോയം വളരെ പ്രശസ്തമാണ്. അപ്പൊ നമ്മൾ ഈ മെൻഡിങ് വാൾ എന്നുള്ള പോയത്തിൽ പഠിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് മെൻഡിങ് വാൾ എന്ന് പറഞ്ഞാൽ വാൾ നന്നാക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ചുമരുകൾ ഉണ്ടാവും അല്ലെ, ചുമര് പോലെ വേലി നന്നാക്കുന്നതിനെ കുറിച്ചാണ് ഈ പോയം പറയുന്നത്. പക്ഷെ ആക്ച്വലി അതാണോ തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല തീം. ഓക്കെ, വാള് നന്നാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുക ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് ഇതിൽ വളരെ പ്രധാനമായിട്ട് കാണാൻ പറ്റുക. കാരണം നമുക്കറിയാം, മനുഷ്യൻ ഒരിക്കലും പ്രകൃതിയെ സ്നേഹിച്ചിട്ടില്ല അല്ലെ. പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ വളരെ കുറവാണ്. ഒരു കർഷകൻ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ആ ഒരു മണ്ണിനെയും പ്രകൃതിയെ സ്നേഹിക്കാൻ പറ്റും. സെയിം ടൈം നേച്ചർ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെ. പ്രകൃതി നമ്മളോടൊപ്പം ഇണങ്ങിയാണ് ജീവിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഒരു കംപ്ലൈന്റും പറയാണ്ടാണ് പ്രകൃതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ നമ്മൾ ഇവിടെ രണ്ട് സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല, രണ്ട് നെയ്ബേഴ്സ്, രണ്ട് അയൽക്കാർ തമ്മിൽ ഒരു വാളുണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള വാള് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വേലി ഇടക്കിടക്കേ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും, വേലി തകരും. അപ്പൊ അത് നന്നാക്കുന്ന രണ്ട് ആൾക്കാരുടെ മൈൻഡും, അതായത് അവരുടെ ചിന്തയും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ ചിന്തയും കൂടി ചേർത്തുള്ള ഒരു പോയമാണിത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് കാണാൻ പറ്റുക പ്രകൃതിന്റെ കുറെ ആക്ഷൻസ് കാണാൻ പറ്റും, ഈ വ്യക്തികളുടെ ആക്ഷൻസും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇച്ചിരി വലിയ പോയമാണ്, നമുക്ക് വളരെ സ്പീഡായിട്ട് തന്നെ പോവാം. സംതിങ് ദർ ഈസ് ദാറ്റ് ഡസന്റ് ലവ് എ വാൾ, that sends a frozen ground swell under it and spills the upper boulders in the sun and makes gaps even two can pass abreast. Okay, എന്താ ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത്, അതിൽ പറയാണ് സംതിങ് ദർ ഈസ് ദാറ്റ് ഡസന്റ് ലവ് എ വാൾ, that sends a frozen ground swell under it and spills the upper boulders in the sun and makes gaps between two can pass abreast. എന്താ പറയുന്നേ? അപ്പൊ ഈ ലൈൻസിൽ പറയുന്നത് വെച്ചാൽ ഈ വാള് തകർന്നു. അപ്പൊ നമ്മുടെ പോയിട്ട് ചിന്തിക്കുകയാണ്, എങ്ങനെയായിരിക്കും ഈ വാള് തകർന്നിട്ടുണ്ടാവുക. അതിന് റീസൺ എന്ന് പറയുന്നത് സംതിങ് ദർ ഈസ് നത്തിങ് ലവ് എ വാൾ എന്നാണ്. അവിടെ എന്തോ ഒരു കാര്യം, ഈ വാള്, ഈ വേലി ഉണ്ടാക്കുന്നതിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇടക്കിടക്ക് തകരുന്നതെന്നാണ് പറയുന്നത്. ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സെൽ അണ്ടർ ഇറ്റ്. അതായത് ഭൂമിക്കടിയിൽ ഉറവയുണ്ടാവും അല്ലെ. ഉറവെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ ചേർന്ന് അത് പൊട്ടി പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ ഒരു പ്രഷർ ഉണ്ടാക്കും. ആ പ്രഷറായിരിക്കാം എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പറയുന്ന സ്വെല്ല് ഉണ്ടാക്കുന്നത്, ഈ മതിൽ തകർക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് സ്പിൽസ് ദ അപ്പർ ബോൾഡേഴ്സ് ഇൻ ദ സൺ. മുകളിൽ വെച്ചിരിക്കുന്ന കല്ലിനെ അവിടെ നിന്ന് തെറിപ്പിച്ച് കളയുകയാണ്, ഈ വേലിയിലുള്ള കല്ലിനെ തെറിപ്പിച്ച് കളയുകയാണ്. ആൻഡ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് അബ്രെസ്റ്റ്. എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മതിലിനെ, ഈ അടിയിൽ നിന്നുള്ള ഉറവ തകർക്കാൻ നോക്കുമ്പോൾ അവിടെ രണ്ടു പേർക്ക് പോകാനുള്ള ഒരു വഴി ക്രിയേറ്റ് ആവുകയാണെന്നാണ് പറയുന്നത്. മേക്ക് ഗ്യാപ്പ് ഈവൻ ടു ക്യാൻ പാസ് അബ്രസ്റ്റ്. ഈ മതിലിന്റെ ഇടയിൽ രണ്ടുപേർക്ക് പോകാൻ പാകത്തിനുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്ന്. അതായത് ഇവിടെ വേറൊരു മീനിങ് എന്നുള്ളത്, മനുഷ്യൻ എന്ത് ചെയ്യുന്നു, പ്രകൃതിയുടെ സമ്മതം ഇല്ലാണ്ട് പ്രകൃതിക്ക് മുകളിൽ, അതായത് നേച്ചറിൽ മതിലുകൾ തീർക്കാണ്. അതിൽ മനുഷ്യന്മാര് മാത്രമല്ല പാസ് ചെയ്യുന്നത്, മൃഗങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷികൾ പാസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ജീവികൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു വഴി തടസ്സപ്പെടുത്തുകയാണ് അല്ലെ. അപ്പോ പ്രകൃതി എന്ത് ചെയ്യാണ്, സ്വയം
ഫോഴ്സ് ചെയ്ത് തൻ്റെ ശക്തി ഉപയോഗിച്ച് ആ വാള് തകർക്കുകയാണെന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. I have come after them and made repair, where they would have left not one stone on a stone, but they would have the rabbit out of hiding to please the yelping dogs. ഇവിടെ പറയുന്നത് ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഇസ് അനദർ തിങ്. ചിലപ്പോൾ ഇതെന്താണ്, മൃഗങ്ങളുടെ പണിയാവാം. ഹണ്ടേഴ്സ്, വേട്ടനായ്ക്കളുടെ പണിയാവാം ഇങ്ങനെ തകർത്തിടുന്നത്. ഇല്ലെങ്കിലോ ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ, ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ അനദർ സ്റ്റോൺ. ഈ ലൈൻസിൽ പറയുന്നത്, അപ്പൊ ഈ വേട്ടനായ്ക്കൾ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവാം, ആ വേലി തകർത്തിട്ടുണ്ടാവാം, മതില് തകർത്തിട്ടുണ്ടാവാം. അപ്പോ അവർക്ക് ശേഷം ഞാൻ വന്ന് അത് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ലായിട്ട് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അതൊക്കെ തകർത്തുകൊണ്ട് നമ്മള് ഇനി വീണ്ടും ഒരു കല്ലിന്റെ മുകളിൽ അടുത്ത കല്ലെന്ന് വെച്ച് ശരിയാക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ലൈൻ. ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് ടു പ്ലീസ് ദ യെൽപ്പിംഗ് ഡോഗ്സ്. എന്താണ്, അപ്പൊ ഈ കല്ലിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവാം. എന്തിനെ? റാബിറ്റിനെ. അതായത് ഈ വേട്ടനായ്ക്കൾ എന്ത് പിടിക്കാനാ വരിക, കുഞ്ഞു കുഞ്ഞ് ജീവികൾ ഈ മതിലിന്റെ ഇടയിലൊക്കെ താമസിക്കുന്നുണ്ടാവും. അപ്പൊ അതിനെ പിടിക്കാനാണ് വരുന്നത്. അങ്ങനെ അവിടെ റാബിറ്റ് ഒളിഞ്ഞിരുന്നിട്ടുണ്ടാവാം. അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹെൽപ്പിംഗ് ഡോഗ്സ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊരു പ്രകൃതി നിയമമല്ലേ. അതായത് വേട്ടയാടി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആ നായയുടെ സ്വഭാവമാണ്. അപ്പൊ അവിടെ പ്രകൃതിയുടെ യഥാർത്ഥ സ്വഭാവം, അതിന്റെ ആ ഒരു ഹണ്ടിങ് ഫീച്ചറൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. നെക്സ്റ്റ് ലൈൻ. ദ ഗ്യാപ്സ് ഐ മീൻ നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹേർഡ് ദം മെയ്ഡ്, but at spring mending time we find them there. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈനിൽ നമ്മൾ വായിച്ചത് എന്താണ്, സംതിങ് ദർ ഇസ് ദാറ്റ് ഡസന്റ് ലവ് എ വാൾ ദാറ്റ് സ്പെൻസ്. ഓക്കെ, അങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ വായിച്ചു അല്ലെ. സംതിങ് ദർ ഇസ് ഡസന്റ് ലവ് എ വാൾ. അപ്പൊ വാൾ ഇഷ്ടപ്പെടാത്ത ഒരു എന്തോ ഒരു സംഭവം ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നമ്മളോട് ആദ്യത്തെ സെന്റൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനോട് കൂട്ടിച്ചേർക്കാൻ പാകത്തിനാണ് അടുത്ത വരികളുള്ളത്. നോക്കൂ. The gaps I mean, no one has them made, heard them made. അപ്പോ ഞാൻ ഈ ഗ്യാപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, മതിലിന്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ്. അത് ആരുണ്ടാക്കിയതാന്ന് ആരും കണ്ടിട്ടില്ല. മാത്രല്ല ആരെങ്കിലും ഉണ്ടാക്കിയതാന്ന് പറഞ്ഞും കേട്ടിട്ടില്ല. അതായത് ഈ മതില് പൊളിച്ചത് സംതിങ് ദർ ഇസ് ഡസന്റ് ലവ് എ വാൾ എന്ന് ആദ്യം പറഞ്ഞില്ലേ. അതായത് മതിൽ ഇഷ്ടപ്പെടാത്ത ആരോ ഉണ്ട് എന്ന് നമ്മൾ പോയത്തിന്റെ ഫസ്റ്റ് ലൈനിൽ പഠിച്ചു. അപ്പോ ഇവിടെ പറയാണ്, ഇതുവരെ ആ വാളിന്റെ അകത്ത് ആ വാള് പൊട്ടിച്ചതാരാണെന്ന് ആർക്കും അറിയോയില്ല, അത് കേട്ടിട്ടുമില്ല. ബട്ട് അറ്റ് സ്പ്രിംഗ് മെൻഡിങ് ടൈം വി ഫൈൻഡ് ദം ദെയർ. പക്ഷെ സ്പ്രിംഗ് ടൈം ആവുമ്പോ ഞങ്ങൾക്ക് അവിടെ അത് കാണാൻ വേണ്ടി സാധിക്കും, ഈ ഗ്യാപ്പ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് സ്പ്രിംഗ് ടൈം ആവുമ്പോഴത്തേക്ക് ആ മതില് തകർന്നിട്ട് ഉണ്ടാവും. I let my neighbor know beyond the hill, and on a day we meet to talk the line and set the wall between us once again. We keep the wall between us we keep the wall between us as we go. എന്താ അടുത്ത് പറയുന്നത്, ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് ലൈനിൽ അവിടെ ഇനി അവര് ചെയ്യാൻ പോകുന്ന, ഈ നെയ്ബേഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊരു നെയ്ബർ എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് ആണ്. ഓക്കെ. ഐ ലെറ്റ് മൈ നെയ്ബർ ടു നോ ബിയോണ്ട് ദ ഹിൽ. അപ്പൊ എന്ത് ചെയ്തു, നെയ്ബറിനെ കൂട്ടി ഇവര് നടക്കുകയാണ്. എവിടത്തേക്ക്? ഈ മതിലിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ നടന്നു പോവാണ്. എന്നിട്ട് ഇവര് കാരണമൊക്കെ നോക്കാണ്, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഓൺ എ ഡേ വി മീറ്റ് ടു walk in the line and set the wall between us once again. അങ്ങനെ ഇവര് വീണ്ടും എന്ത് ചെയ്യും, ഈ രണ്ട് നെയ്ബേഴ്സും കൂടി ഇങ്ങനെ നോക്കി നടന്ന് എവിടെയൊക്കെയാണ് പൊട്ടിയിട്ടുള്ളതെന്നൊക്കെ നോക്കി ഇവര് വീണ്ടും ആ വാള് വീണ്ടും അവിടെ പണിതുകൊണ്ടിരിക്കും. അപ്പോ അടുത്ത സ്പ്രിംഗ് ആവുമ്പോഴത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, അതില് തകർന്നിട്ടുണ്ടാവും. അപ്പൊ ആ സ്പ്രിംഗ് സീസൺ ആവുമ്പോ ഇവർ രണ്ടുപേരും നടന്നുപോയി എവിടെയൊക്കെയാണ് തകർന്നിട്ടുള്ളതെന്ന് നോക്കും. എന്നിട്ട് വീണ്ടും അത് നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. To each the boulders that have fallen to each, but
some are loaves and some so nearly balls, we have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough with the handling them. ഇവിടെ മതിൽ കെട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ടു ഈച്ച് ദ ബോൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫാളൺ ടു ഈച്ച്. ഇവിടെ 2 ഈച്ച് കാണാം അല്ലെ. അതവിടെ ഒരു ഐറണിക്കലായിട്ട് യൂസ് ചെയ്തേക്കാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടുപേരുടെയും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബോൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫാളൺ ടു ഈച്ച് ബട്ട് സം ആർ ലോഫ്സ് ആൻഡ് സം ആർ നിയർലി ബോൾസ്. ലോഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിന്റെ ലോഫ് എന്നാണ്, ലോഫ് ഓഫ് ബ്രെഡ് എന്നാണ് പറയാ. ഒരു ബ്രെഡിന്റെ കൂട്ടം, അതായത് നമ്മൾ മുറിക്കുന്ന ആ ഒരു ബ്രെഡിന്റെ ഫുൾ പീസിനാണ് ലോഫ് എന്ന് പറയാ. അപ്പൊ അതുപോലെയാണ് ഇരിക്കുന്നത്, എല്ലാം ഒരേ ഷേപ്പിലല്ല ഇരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സം ആർ ലോഫ്സ് എന്ന് പറയുന്നത്. ബ്രെഡും എല്ലാം ഒരേ ഷേപ്പിലല്ലോ. ആൻഡ് സം നിയർലി ബോൾസ്, ചിലത് ബോൾ പോലെ ഇരിക്കും, മഴയൊക്കെ കൊണ്ട് അതൊരു ഷേപ്പായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇത് ആ മതിലുള്ള കല്ലുകളെ സൂചിപ്പിക്കുകയാണ്. ആൻഡ് വി ഹാവ് ടു യൂസ് സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാജിക് യൂസ് ചെയ്യണം. സ്പെൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു എന്താണ്, നമ്മുടേതായ ഒരു രീതിയിൽ അതിനൊരു മാജിക് കണ്ടെത്തിയ, ഒരു ബാലൻസ് ചെയ്യാനുള്ള ഒരു രീതി കണ്ടെത്തിയാൽ മാത്രമേ ഇങ്ങനെയുള്ള ശരിക്കും എന്താണ് കല്ലുകൾ കൊണ്ടുള്ള ഈ മതില് വീണ്ടും പുനർസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോ ഇതിന് മുമ്പുള്ള ലൈനിൽ നമ്മൾ വായിച്ചു, ഐ ലെറ്റ് മൈ നെയ്ബർ know beyond the hill, and one day we meet to walk in the line and set up the wall between us again. Set the wall between us once again എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് അവര് വീണ്ടും അവരുടെ ഇടയിൽ ഒരു വാള് നിർമ്മിക്കുകയാണ്. ഇപ്പൊ വാള് തകർന്നു, ഓക്കെ ഫൈൻ, എന്താണ് മതിൽ തകർന്ന കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോവാം. പക്ഷെ അവരെന്ത് ചെയ്യാണ്? വീണ്ടും ഈ വാള് നിർമ്മിക്കുകയാണ്. അവരുടെ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് പിന്നെ അവര് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. അതായത് നെയ്ബേഴ്സ് ആണെങ്കിലും വലിയ ബന്ധമൊന്നും കാണിക്കാതെ ആ വാള് വീണ്ടും നിർമ്മിക്കുകയാണ്. അതാണ് പറയുന്നത്. അങ്ങനെ അവര് പറഞ്ഞ എന്താണ്, ഇങ്ങനെ ഡിഫറെന്റ് സൈസിലുള്ള കല്ലുകള് ഒതുക്കി വെച്ച് അവര് വാള് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ പറയുന്നതാണ്, അവിടെ ഡബിൾ ഇൻവേർട്ടർ കോമയിൽ പറയാണ്, സ്റ്റേ വെയർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ് എന്നാണ്. വാളിനോടായിട്ട് പറയാണ്, ആ മതിലിനോട് പറയാണ്, ഞങ്ങൾ ഇവിടുന്ന് തിരിയും വരെയെങ്കിലും നീ എന്ത് ചെയ്യുക? അതേ പൊസിഷനിൽ നിൽക്കുക. അതായത് പല ടൈപ്പിലുള്ള കല്ലാണ്, ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവിടെ നേരെയാക്കുന്നുള്ളത്. അപ്പൊ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ എന്താവും? എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. അതുകൊണ്ട് പോയറ്റ് മതിലിനോട് പറയാണ്, ഞങ്ങളൊന്ന് തിരിയും വരെയെങ്കിലും നീ അതേ ഷേപ്പിൽ നിൽക്കണം, തകർന്ന് വീഴരുത് എന്നുള്ള അർത്ഥത്തില്. വി വെയർ ഔർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദം. എന്താണ്, ഇപ്പൊ നമ്മൾ ഒരുപാട് മണ്ണിലൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഉറപ്പ് വരും അല്ലെ, തഴമ്പ് വരും എന്ന് പറയും. അങ്ങനെ തഴമ്പ് വരും ഞങ്ങൾ ഇനിയും നിന്നെ ഇങ്ങനെ പണിതുകൊണ്ടിരുന്നാൽ. വി വെയർ ഔർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദം. ഞങ്ങൾ ഇങ്ങനെ മതിൽ പണിതുകൊണ്ടിരുന്നാൽ ഞങ്ങളുടെ കൈകളൊക്കെ റഫായി പോകും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ. ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. One on a side, it comes to little more, where it is we do not need the wall. He is all pine and I am apple orchard. My apple trees will never get across and eat the corns under his pines. I tell him, he only says, good fences make good neighbors. അപ്പൊ ഈ സ്റ്റാൻസൊക്കെ നന്നായിട്ട് ഓർത്തു വെക്കുക. കാരണം ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമുക്കിത് ഫുൾ ആയിട്ടൊന്ന് വായിച്ചല്ലേ. ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. അപ്പൊ ഈ മതില് കെട്ടുക എന്നുള്ളത് എല്ലാ സ്പ്രിംഗ് സീസണിലും ഇത് തകരും, ഇവര് കെട്ടും. അപ്പൊ ഇതൊരു ഔട്ട്ഡോർ ഗെയിം ആയിട്ട് മാറാണ്. നമ്മൾ മുറ്റത്ത് കളിക്കുന്ന ഒരു കളിയായിട്ട് ഈ മതില് കെട്ടല് മാറിയിട്ടുണ്ട്. വൺ ഓൺ എ സൈഡ്, ഇറ്റ് കംസ് ടു ഡു ലിറ്റിൽ മോർ. ഓക്കെ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് മാറും. ഒരാൾ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്നു, മറ്റേ ആള് മറ്റേ സൈഡിൽ നിന്ന് കിട്ടുന്നു. ഇത് ശരിക്കും ഒരു ഗെയിം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പോയറ്റ് പറയുന്നത്. അടുത്തത്, there where it is we do not need the wall. എന്താണ്, നമുക്ക് ഈ ശരിക്കും ഈ വാളിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാണ്. there where it is we do not need the wall. ഇപ്പൊ നമ്മൾ ടെന്നീസ് അതുപോലെ ബാഡ്മിന്റൺ ഒക്കെ കളിക്കുമ്പോ മുമ്പിൽ എന്താണ്, ഒരു നെറ്റ് കെട്ടും അല്ലെ.
ആ നെറ്റിനെയാണ് ഇവിടെ മതിലിനോട് നമ്മളോട് പറയുന്നത്. ഒരു ഔട്ട്ഡോർ ഗെയിമിൽ നമ്മൾ എങ്ങനെയാണോ ഒരു നെറ്റ് കെട്ടുക, അതുപോലെയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ മതിൽ നിർമ്മിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ പോയിന്റ് കുറച്ചും കൂടി പ്ലേഫുൾ ആയിട്ട് ഒരു തമാശയോട് കൂടി പറയാണ്. അടുത്തത് നമുക്ക് ശരിക്കും ഒരു തോട്ട് തരുന്ന ഒരു കാര്യമാണ്. അടുത്ത സെന്റൻസ് നോക്കിക്കോളൂ, ലൈൻ നോക്കിക്കോളൂ. ഹി ഈസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചാർഡ്. എന്താണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഉള്ളത്? മൊത്തം പൈൻ ട്രീസ് ആണ്, പൈൻ മരങ്ങളാണ് ഇദ്ദേഹത്തിന്റെ നെയ്ബറിന്റെ തോട്ടത്തിലുള്ളത്. അതേസമയം ഇദ്ദേഹത്തിൻ്റെലാണെങ്കിൽ ആപ്പിൾ ട്രീസ് ആണ്. ഐ ആം ആപ്പിൾ ഓർച്ചാർഡ്. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെ തോട്ടത്തിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലായല്ലോ. ഒരിടത്ത് പൈന്, ഒരിടത്ത് ആപ്പിൾ. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്, ഐ ടെൽ ഹിം. എന്താണ് അപ്പൊ പോയിറ്റ് പറയാണ്, പോയിറ്റ് നെയ്ബറോട് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്താണ്, എൻ്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും എൻ്റെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് നിങ്ങളുടെ പൈൻ ട്രീസിലെ പഴങ്ങളൊന്നും കഴിക്കില്ല, ഇല്ലെങ്കിൽ അതിലെ കോൺസ് ഒന്നും എടുത്ത് കഴിക്കില്ല, ഇല്ലെങ്കിൽ എടുക്കില്ല എന്ന് പറയാണ്. ഒരിക്കലും ആ മതിൽ ക്രോസ് ചെയ്ത്, മതിലില്ലെങ്കിലും ആ മരങ്ങളുടേതായ പൊസിഷനിലുണ്ടാവും, അപ്പുറത്ത് വന്ന് അലമ്പൊന്നും ഉണ്ടാക്കില്ല, ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ നെയ്ബർ പറഞ്ഞത് എന്താന്ന് നോക്കൂ. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. എന്താണ്, ഹി ഓൺലി സേസ്, നെയ്ബർ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. എന്താണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകൾ ഇല്ലെങ്കിൽ നല്ല വേലികള് നല്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കും എന്നാണ് നെയ്ബറിന്റെ അവകാശവാദം. കാരണം എന്താണ്, അദ്ദേഹം ഒരു, നമുക്ക് എന്ത് മനസ്സിലാക്കാതില്, നമ്മൾ എത്ര സൗഹൃദം ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് പറയും അല്ലെ. അതുപോലെ അദ്ദേഹം ഇവിടെ ഒരു ലിമിറ്റായിട്ട് ഉപയോഗിക്കുന്നത് മതിലാണ്. ഓക്കെ, നെക്സ്റ്റ്. Spring is the mischiefs in me, and I wonder if I could put a notion in his head. Why do they make good neighbors? Isn't it? Where there are cows, but here there are no cows. But I build a wall. I would ask to know what I was walling in or walling out. Spring is the mischief in me, and I wonder if I could put a notion in his head. അതായത് സ്പ്രിംഗ് ഇസ് മിസ്ചീവ് ഇൻ മീ. അതിന് നമുക്ക് ഇങ്ങനെ ഒരു അർത്ഥം കൊടുക്കാം. അതായത് സ്പ്രിംഗ് മാസമാണ് എന്ത് ചെയ്യുന്നത്, പോയിറ്റിന്റെ തലയിൽ എന്താണ് ഒരു കള്ളത്തരം കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്ന് വെച്ചാല് എന്താണ്, ഈ മതിൽ കെട്ടാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആരാണ്, ഈ പറയുന്ന പോയറ്റാണ്. അപ്പൊ പോയറ്റ് ആ സമയമാകുമ്പോൾ വീണ്ടും മതിൽ നിർമ്മിക്കാൻ പോകുന്നു. എല്ലാ സമയത്ത് എന്ത് ചെയ്യുന്നു, മതിൽ വേണോ എന്നുള്ള ഒരു സംശയം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഈ സ്പ്രിംഗ് മാസമാണ് എന്ത് ചെയ്യിക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ മിസ്ചീവ് ചെയ്യുന്നത് ആരാണ്, ഈ മന്ത് ആണെന്നാണ് പറയുന്നത്, സ്പ്രിംഗ് ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്. എന്നിട്ട് പറയാണ്, ഐ വണ്ടർ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ്, ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്. അതായത് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ഒരു ഐഡിയ, ഒരു നോഷൻ, ഒരു ചിന്താഗതി ഉണർത്തിയാൽ, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്. അതായത് ഈ നെയ്ബർ എന്ന് പറയുന്നത് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളാണെന്നാണ് പോയറ്റിന്റെ ഒരു ചിന്ത. കാരണം അതുകൊണ്ടാണല്ലോ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞത്. കാരണം എന്താ, മറ്റുള്ളവരോട് ഒരു ബന്ധവും വേണ്ട, ഞാനും എന്റെ മതിലിന്റെ അകത്ത് സുഖമായി ജീവിച്ചോളാം എന്നുള്ള ഒരു തിങ്കിങ് ആണല്ലോ അദ്ദേഹത്തെ അങ്ങനെ പറയിപ്പിച്ചത്. അപ്പൊ ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ്, മറ്റുള്ളവരായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടമില്ലാത്ത ആ വ്യക്തിയുടെ ഉള്ളിൽ, ആ ഒരു എംപ്റ്റി ഹെഡിന്റെ ഉള്ളിൽ ഞാനൊരു ഐഡിയ കൊടുത്താലോ എന്നാണ് പോയറ്റ് തിങ്ക് ചെയ്യുന്നത്. വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, ഇസിന്റ് ഇറ്റ്? നമുക്ക് ഒരു നല്ല നെയ്ബേഴ്സിന് ഉണ്ടാക്കാൻ പറ്റില്ലേ, ഇസിന്റ് ഇറ്റ്? നമ്മളോടൊരു ചോദ്യം ചോദിക്കാണ്. വേർ ദർ ആർ കൗസ് ബട്ട് ഹിയർ ദർ ആർ നോ കൗസ്. എന്നിട്ട് പറയാണ്, നല്ല നെയ്ബേഴ്സ് അവൻ ഈ വാള ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയാണ്. ഇപ്പൊ പശുക്കളുണ്ട് എന്ന് വിചാരിക്കാം അല്ലെ. പശുക്കളുണ്ടെങ്കിൽ എന്താവും, നമ്മുടെ തോട്ടത്തുനിന്ന് അപ്പുറത്തെ തോട്ടത്തിൽ പോയി ഭക്ഷണം കഴിക്കാനും അവിടെ ചാണകൂട്ട് വെക്കാനൊക്കെ കാരണം. പക്ഷെ ഇവിടെ ബട്ട് ഹിയർ ദർ ആർ നോ കൗസ്. പക്ഷെ ഇവിടെയാണെങ്കിൽ ഒരു പശുവും ഇല്ല. ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ വാട്ട് ഐ വാസ് വാളിങ് ഇൻ ഓർ വാളിങ് ഔട്ട്. ബിഫോർ ഐ ബിൽഡ് എ വാൾ, ഞാൻ ഒരു വാൾ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഐ വുഡ് ആസ്ക് ടു നോ,
ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ചോദിക്കുന്ന വഴി ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ഐ വാസ് വാളിങ് ഇൻ ആൻഡ് വാളിങ് ഔട്ട്. എന്താണ് വാളിന്റെ അകത്ത് ഞാൻ ഉണ്ടാക്കേണ്ടത്, വാളിന്റെ പുറത്ത് ഞാൻ ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? അതായത് ഞാൻ മതിൽ കെട്ടുമ്പോൾ എന്തൊക്കെയാണ് എന്റെ മതിലിന്റെ അകത്ത് വരിക, അതായത് എന്റെ പ്രയോറിറ്റീസ് ആണല്ലേ വരിക, എന്റെ ഇഷ്ടങ്ങളാണ് എന്റെ മതിലിന്റെ അകത്ത് ഉണ്ടാവുക. അപ്പൊ വാളിന്റെ പുറത്തുണ്ടാവുന്നത് എന്താണ്? അങ്ങനെ ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കും എന്നാണ് പോയറ്റ് പറയുന്നത്. വാളിനെ എന്തിനാണ് നമ്മൾ വാള് കെട്ടുക? ഇപ്പൊ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ അതിനെ സംരക്ഷിക്കാനാണെന്ന് പറയാം. അല്ലാത്ത സമയത്ത് കെട്ടുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രം ഗേറ്റ് തുറന്ന് അകത്തേക്ക് വിടാനും അല്ലാത്തവരെ പുറത്തു നിർത്താനും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കാനൊക്കെ മതിലുകൾ ഉപയോഗിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഡിവിഷൻ എന്താണ്? ആ ഡിവിഷന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ്? ശരിക്കും അങ്ങനെ ഒരു വാളിന്റെ ആവശ്യം ഉണ്ടോ? നമ്മള് ഭൂമിയില് നമ്മൾ ഇന്ന കാര്യങ്ങളെ പുറത്താക്കണം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? എല്ലാവരും ഒന്നിന്റെ അകത്ത് തന്നെ ഉള്ളതാണ്, നമുക്ക് ഒരാളെയും പുറത്താക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ മതിലിന്റെ ആവശ്യം എന്നുള്ളൊരു തിങ്കിങ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ. ആൻഡ് ടു ഹൂം ഐ വാസ് ലൈക്ക് ടു ഗിവ് ഒഫെൻസ്. ഞാൻ ഇതുപോലെ ആരോടാണ് ഒഫെൻഡ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുകയാണ്. വീണ്ടും നമ്മൾ ആദ്യം വായിച്ച അതേ ലൈൻ വീണ്ടും വരികയാണ് ഇവിടെ. സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ, that wants it down. I could say elves to him, but it's not elves exactly. I would rather he said it for himself. I see him there, bringing a stone grasped firmly by the top in each hand, like a old stone savage armed. സംതിങ് ദർ ഇസ് ഡസൻ ലവ് എ വാൾ. വീണ്ടും പറയാണ്, അവിടെ എന്തോ ഒരു കാര്യം ഈ മതിലിനെ ഇഷ്ടപ്പെടാത്തതുണ്ട്. ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ. അതുകൊണ്ടാണ് അത് താഴെ വീഴാൻ വേണ്ടി ശ്രമിക്കുന്നത്. മതില് തകരുന്നത് ഭൂമിയിൽ എന്തോ അങ്ങനെ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ്, വാൾ ഇഷ്ടപ്പെടാത്തൊരു ശക്തി ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് പോയിട്ട് പറയാണ്, ഞാൻ എന്റെ നെയ്ബറിനോട് പറയും, ഐ കുഡ് സേ എൽസ് ടു ഹിം. ആരാണ്? നെയ്ബറോട് പറയും. അത് ചിലപ്പോ എൽഫ്സ് ആവാം. എൽഫ്സ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്, അതായത് ഭൂതമോ പ്രേതമോ ആയിട്ടുള്ള എന്തോ ആണ് ഈ മതില് തകർക്കുന്നതെന്ന് ഞാൻ എന്റെ നെയ്ബറിനോട് പറയുന്നു പോയറ്റ് പറയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എൽസ് എക്സാക്ട്ലി. പോയറ്റിന് അറിയാം അത് ശരിക്കും എൽസോ ഒന്നും അല്ല, അതായത് സ്പിരിറ്റോ ഒന്നും അല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഐ വുഡ് റാദർ ഹി സെഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ്. എന്താണ്? അതിന് പകരമായിട്ട് ഞാൻ അദ്ദേഹത്തോടായിട്ട് തന്നെ പറയും, ഐ സീ ഹിം ദേർ. എന്നിട്ട് പറയാണ് ഇവിടെ പോയിട്ട് നെയ്ബറിനെ ഒരു സ്റ്റോൺ ഏജിലെ വ്യക്തിയായിട്ട് പറയാണ്. അതായത് ഒരു അപരിഷ്കൃതൻ, പഠിപ്പും വിവരവും ഇല്ലാത്ത വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മുടെ നെയ്ബറിനെ കാണുകയാണ്. നോക്കിക്കോളൂ. ഐ സീ ഹിം ദേർ ബ്രിഞ്ചിങ് എ സ്റ്റോൺ ഗ്രാസ്പ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആൻഡ്. അപ്പൊ ഇദ്ദേഹം സ്പിരിറ്റ് ആണ് ഇത് ചെയ്യുന്നതെന്ന് പറയാൻ പോകുന്ന ആരോടാണ്? രണ്ട് കൈകളിലും എന്താണ് പുരാതന ശിലായുഗത്തിലെ ആൾക്കാരെ പോലെ കല്ലും തൂക്കി വരുന്ന ഒരു മനുഷ്യനോടാണെന്നാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിനാണ് മതില് നിർമ്മിക്കാൻ താല്പര്യം. അപ്പൊ വ്യക്തികളുമായിട്ട് ഒരു ബന്ധവും വേണ്ട, ഞാൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോ അദ്ദേഹം എന്താണ്? ഒരു ഓൾഡ് സ്റ്റോൺ ഏജിലെ മനുഷ്യനാണ്. തന്റെ വിശ്വാസങ്ങളെയും തന്റെ കാര്യങ്ങളെ മാത്രം നോക്കുന്ന ഒരു വ്യക്തി. സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളോ എന്താണ് ചുറ്റുമുള്ള ജീവികളെ സ്നേഹിക്കണോ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയായിട്ട് പറയാണ്. He moves in darkness as it seems to me, not of woods only and the shade of trees. He will not go behind his father's saying, and he likes having thought it so well. He says again, good fences make good neighbors. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ കല്ലുകളും എടുത്തിട്ട്, മതിൽ കെട്ടാനുള്ള കല്ലുകളും കൊണ്ട് വരുന്നതിനെയാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? പോയിട്ട് പറഞ്ഞത് അത് ഓൾഡ് സ്റ്റോൺ ഏജിലെ ഒരു വ്യക്തിനെ പോലെ തോന്നുന്നുണ്ട് എന്ന്. അപ്പൊ എന്താണ്? ഈ കല്ലും കൊണ്ട് വൈകുന്നേരം ഈ മരങ്ങളുടെ ഷെയ്ഡിലാണ് അദ്ദേഹം നടന്നു വരുന്നത്. അപ്പോ അത് ഡാർക്ക്നെസ്സിൽ ഇദ്ദേഹത്തെ കാണുമ്പോൾ അങ്ങനെ തോന്നുക. മാത്രല്ല പിന്നെ പറയാണ്, ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദേഴ്സ് സെയിങ്. തന്റെ പിതാവ് പറഞ്ഞതിൽ നിന്ന് ഒരു വാക്കും നമ്മുടെ നെയ്ബർ മാറില്ല. തന്റെ പിതാവ് എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമേ ഇദ്ദേഹം ഫോളോ ചെയ്യുള്ളൂ. പോയറ്റ് അല്ല, നെയ്ബർ. എന്നിട്ട് പറയാണ്, ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ.
അദ്ദേഹം എന്താണ് ആ പറഞ്ഞ കാര്യത്തിൽ, തന്റെ ഫാദർ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുകയും അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്, അതിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും പറയാണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതുകൊണ്ട് തന്നെ നല്ല വേലികള് നല്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കെന്നും ഇദ്ദേഹം പറയാണ്. അപ്പൊ ഈ പോയത്തിൽ ഓൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടും അല്ലെ. അതായത് പലരും നമ്മുടെ സമൂഹത്തിൽ ഇന്നും പല ബന്ധങ്ങളും വേണ്ടാന്ന് വെച്ച് തന്റേതായ മതത്തിന്റെയും വേലികളുടെ ഒക്കെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ലോകത്തെ കാണുന്ന ഒരു അവസ്ഥ, അതാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പൊ നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും മതിലുകൾ കാണാൻ പറ്റും. പ്രകൃതിക്ക് മേലെ ഒരു ആവശ്യമില്ലാണ്ട് അനാവശ്യമായിട്ട് നിർമ്മിക്കുന്ന മതിലുകൾ. എന്തിനാണ് ഇത്രത്തോളം മതിലുകൾ? അത് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളെ ചുറ്റുമുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തോന്നുന്നിടത്താണ് നമ്മൾക്ക് മതിലുകളുടെ ആവശ്യം വരിക അല്ലേ. അപ്പൊ നമ്മൾ എല്ലാവരോടും നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ നമുക്ക് മതിലിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇല്ല. അതുപോലെ തന്നെയാണ് രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തികളും അല്ലെ. പല അതിർത്തികളും ഇന്നും എന്താണ് കല്ലിട്ടും മുള്ളുവേലിയും വെച്ച് അടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്തിനാ സൂചിപ്പിക്കുന്നത്? മനുഷ്യനിലേക്ക് ഒതുങ്ങി 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 വരികയാണ്. നമ്മൾ വീണ്ടും ആ പുരാതന ഓൾഡ് സ്റ്റോണേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരുകയല്ല ചെയ്യുന്നത്. ഒരു ഓപ്പൺ മൈൻഡ് നമുക്ക് ആർക്കും ഇല്ല എന്നുള്ള ആ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഈ പോയത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയാണ്. എല്ലാവരും നന്നായിട്ട് വായിക്കുക. താങ്ക് യു.